4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആ പ്രതിഭാസം തിരിച്ചെത്തുന്നു. ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തോടെയായിരിക്കും അത് സംഭവിക്കുക. ഇതോടെ ലോകത്തെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഇങ്ങനെയൊരു വാർത്ത പത്രമാധ്യമങ്ങളോട് നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും. എന്താണ് ആ പ്രതിഭാസം? 19-ാം നൂറ്റാണ്ടിലെ ഒരു ക്രിസ്മസ് സമയത്താണ് തെക്കേ അമേരിക്കയിലെ പെറുവിലെ ചില മുക്കുവർ ഈ വിചിത്ര പ്രതിഭാസം തിരിച്ചറിയുന്നത്. ക്രിസ്മസ് കാലത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഉണ്ണിയേശു അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടി എന്ന സ്പാനിഷ് ഭാഷയിൽ അർത്ഥം വരുന്ന എൽ നിനോ എന്ന പേരും അതിന് നൽകപ്പെട്ടു. എന്താണ് ഈ എൽ നിനോ? എൽ നിനോ സദേൺ ഓസിലേഷൻ എന്നാണ് പ്രതിഭാസത്തിന് പൂർണ്ണനാമം. പസഫിക് ഓഷ്യന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടിയ സമുദ്രജലത്തിന്റെ വിതരണം താളം തെറ്റുന്നതാണ് എൽ നിനോ സംഭവിക്കാനുള്ള പ്രധാന കാരണം. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായി പസഫിക് ഓഷ്യന്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് വാണിജ്യവാതകങ്ങൾ അഥവാ ട്രേഡ് വിൻസ് വീശാൻ കാരണമാകുന്നു. ഇത് പസഫിക് ഓഷ്യന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ സമുദ്രോപരിതലത്തിലെ ചൂടുള്ള ജലത്തിന് തള്ളലിന് കാരണമാകുന്നു. അതുപോലെ ആഴക്കടലിലെ തണുത്ത ജലം സമുദ്രത്തിന് കിഴക്കൻ മേഖലയിലേക്ക് എത്താൻ കാരണമാകുന്നു. 2 വർഷത്തിൽ ഒരിക്കലാണ് സാധാരണ എൽ നിനോയുടെ വരവ്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ വരൾച്ചയ്ക്ക് ഇടയാക്കും. എൽ നിനോ ശക്തി പ്രാപിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ എൽ നിനോ ശക്തിപ്പെട്ടത് 1997-98 കാലഘട്ടത്തിലാണ്. ലോകത്താകെ 21,000 പേരുടെ മരണത്തിനും 1,48,500 കോടി രൂപ നാശനഷ്ടങ്ങൾക്കും ആ എൽ നിനോ കാരണമായി. ഈ വർഷം അവസാനത്തോടെ ശക്തമായ എൽ നിനോയ്ക്ക് 70% സാധ്യതയുണ്ടെന്ന് ലോക കാലാവസ്ഥാ സംഘടന WMO കഴിഞ്ഞ സെപ്റ്റംബർ 10 പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും ഒടുവിൽ എൽ നിനോ രൂപപ്പെട്ടത് 2015-16 താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.